നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തി. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആധ്യാത്മിക യാത്രയിൽ, അതായത് എഡ്യൂക്കേഷൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഭാഗത്ത് ഷഡ് സമ്പത്തികളെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഷഡ് സമ്പത്തികളിൽ ശ്രദ്ധ, അതായത് ഉയർന്ന തലത്തിലുള്ള ഫെയ്ത്ത്, ശരിക്കും ഫെയ്ത്തിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യുന്നതാണ് ശ്രദ്ധ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മസംതൃപ്തി വരുന്നു, കണ്ടെൻമെൻറ്റ് വരുന്നു, മെൻ്റൽ സ്റ്റഡിനെസ്, സെറ്റിൽഡ് അവസ്ഥ വരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകി വരുന്ന ആ പ്യുവറായിട്ട് ഫ്ലോയിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ തലത്തിലുള്ള മാക്സിമം ആയിട്ടുള്ള പെർഫെക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കോൺസെൻട്രേഷൻ എന്ന് പറയും, ഫോക്കസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ റോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ, ലഭിക്കുന്ന കഴിവുകളെ, ഫാക്കൽറ്റീസിനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ശരിക്കും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ ആ ഉയർച്ചയ്ക്ക്
വേണ്ടി തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ജോലിയിൽ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, കൂടുതൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനെ അയാൾ ബോസിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു, കൂടുതൽ ഉയർന്ന ജോലികൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലാണ്. എങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കഴിവുകളെ മാക്സിമം രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഫിലോസഫീസിലുണ്ട്. നമ്മൾ നമ്മുടെ റീസണിങ് പവറിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. റീസണിങ് പവറിനെ ഉപേക്ഷിച്ചിട്ട് വെറും വിശ്വാസം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്നേക്കാൾ ഉയർന്ന ഒരു എൻറ്റിറ്റി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മൾ വെറുതെ നിന്നു കൊടുത്താൽ മതി എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് പറയുന്നത് വളരെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ശരി തന്നെയാണത്. നമ്മളൊരു നോൺ ലിവിങ് അവസ്ഥയിൽ സറണ്ടർ ചെയ്യുക എന്നുള്ള അർത്ഥമില്ല. ഒരു കല്ല് സറണ്ടർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം കല്ലിൻ്റെ സ്ഥിതി മാറാൻ സാധിക്കില്ല. അതുമാതിരി ചെടികൾക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും അവർ ആ കണ്ടീഷന് ഉയരാൻ സാധിക്കില്ല. അവരത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അവിടെ സമർപ്പണത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇവിടെ ശരണാഗതി എന്ന മനുഷ്യൻ്റെ തലത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകളെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയാണ് ഇതല്ല അവസാനം, ഇനിയും എനിക്ക് ഉയരാനുണ്ട്, ഇനിയും ഹയർ സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വിനയത്തോട് പ്രവർത്തിക്കുക. അപ്പോൾ ഹ്യൂമിലിറ്റി എന്നുള്ള വാക്കിനും അങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് അല്ല. അപ്പോൾ പല ഫിലോസഫീസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടിട്ടുണ്ട്. ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ കറേജോട് കൂടിയുള്ള ഹ്യൂമിലിറ്റിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു, ഡിസിപ്ലിൻഡായി നിർവഹിക്കുന്നു, പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു ഇതല്ല അവസാനം. ഈ പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻസ്, ആ ഇൻ്റലിജൻസിന് ഇനിയും ഹയർ ലെവൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതിലേക്ക് ഞാൻ ആക്സസ് ചെയ്യണം. ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ മെൻ്റലി സെറ്റിൽഡ് ആയിട്ട് കോൺസെൻട്രേഷനിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഫാക്കൽറ്റീസിനെ കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1000 ഓറഞ്ചുകൾ ഉപയോഗിച്ച് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എസെൻസ് 1000 ഓറഞ്ചിൻ്റെ എസെൻസാണ്. ഓറഞ്ചിൻ്റെ മറ്റൊക്കെ പോയി, എസെൻസ് എത്ര കുറച്ചേ ഉള്ളൂ, പ്യൂരിഫൈഡ് എസെൻസ് അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ഡയമെൻഷനിലും പ്യൂരിഫൈഡ് ആയിട്ടുള്ള അറിവിൻ്റെ ഒരു എസെൻസ് ഉണ്ട്. അതിനാണ് സിംഗുലാരിറ്റി എന്ന് സയൻസ് വിളിക്കുന്നത്. ആ സിംഗുലാരിറ്റി എന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. എല്ലാ പ്രപഞ്ചങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ഡയമെൻഷനിലെസ് സ്പേസിൽ ടൈമും എല്ലാം ഇല്ലാത്തൊരു, എല്ലാം കൺജീൽഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, അതാണ് സിംഗുലാരിറ്റി. അപ്പോൾ ആ സിംഗുലാരിറ്റി കടന്നാൽ വേറൊരു സിംഗുലാരിറ്റി ഉണ്ട്, അതിനേക്കാൾ ഉയർന്ന എസെൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ തലത്തിലുള്ള എസെൻസിലേക്ക് കണക്ട് ചെയ്യണം. യോഗ സാധന ധാരണ എന്ന് പറയും, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ ഷഡ്സമ്പത്തികളിലൂടെ കടന്ന് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ശ്രദ്ധയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യാണ്. എൻ്റെ ഉള്ളിലുള്ള ഹയസ്റ്റ് സ്റ്റേറ്റിനെ റിമെമ്പർ ചെയ്ത് ആ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും ഉയർന്ന ആ ലെവലിൽ കണക്ട് ആവും. ഇപ്പോൾ ഒരു രാജ്യത്തിൽ ഏറ്റവും ലോവസ്റ്റ് തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സർവൻറ്റ്, അദ്ദേഹം ജോലി സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിയമങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? സെൻറ്ററാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു നാട്ടിലൊരു ടൈലർ, അദ്ദേഹം ഒരു കട തുടങ്ങി, പല രീതിയിലും ശ്രമിച്ചു അതിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്, വെള്ളം കൊണ്ടുവരാൻ, വെളിച്ചം കൊണ്ടുവരാൻ, വഴി ഉണ്ടാവാൻ, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം ആ വഴി കൂടെ രാജാവ് സഞ്ചരിച്ചു എന്നാണ്. രാജാവ് അവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ ഇവിടെ ഞാൻ റെസ്റ്റ് എടുക്കാം, അതെനിക്ക് എൻ്റെ റെസ്റ്റിംഗ് സ്ഥലമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയണം. പിന്നെ പറയണം, അടുത്ത ദിവസം തൊട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും വന്നു. രാജാവിൻ്റെ ഡയറക്റ്റ് അറ്റൻഷൻ, ടൈലറിങ് ഷോപ്പ് ഇമ്പ്രൂവ് ചെയ്തു. രാജാവിന് വരുമ്പോൾ രാജാവിന് ഇരിക്കാനുള്ള സ്ഥലമായി. അപ്പം അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹയസ്റ്റ് വേർഷന് വർക്ക് ചെയ്യാനുള്ള ഒരു വെഹിക്കിളായിട്ട് നമ്മൾ മാറണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തിയിലും ആ ഉയർന്ന ഫ്ലോ ആണ് ആക്ടിവേറ്റഡ് ആവുന്നത്. ഇതാണ് സമാധാൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഫോക്കസ്, മെൻ്റൽ സെറ്റിൽനെസ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഭക്തന്റെ ക്വാളിറ്റി അനികേതഃ സ്ഥിരമതിഹി ഭക്തിമാന്മേ പ്രിയോ നരഹ. അനികേതനായിരിക്കണം. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനിച്ചു എന്ന് വിചാരിക്കാൻ പറ്റില്ല, പെർഫെക്ഷൻ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല.
അതിൽ പെർഫെക്ഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അതിൽ റെസ്റ്റ്ലെസ്സസ് ഉണ്ട്. ആ റെസ്റ്റ്ലെസ്സസ് എവിടുന്ന വരുന്നത്? സ്ഥിരമതിയാണ്. എനിക്ക് അവിടെ നിന്നാണ് എൻ്റെ ഫ്ലോ ലഭിക്കുന്നത്. ഞാൻ അവിടേക്ക് കൂടുതൽ കൂടുതൽ കണക്റ്റഡ് ആവും. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളയണം. എന്നാലും എനിക്ക് ആ ഒറിജിനൽ ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ, ആ ഫ്ലോനെ ലവ് ചെയ്യാനും എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടന്റ്മെന്റ് ആണ്. റെസ്റ്റ്ലെസ്നെസ് കൂടിയ ഒരു കണ്ടന്റ്മെന്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാം, പക്ഷേ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തു. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അടുത്ത സെഷനുകളിൽ. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.